ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ്, എനിക്ക് വീക്കിലി ഓഫ് ആണ്. ഇന്നത്തെ കുക്കിംഗ്, പ്രിപ്പറേഷൻ, ടീ, ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഞാനാണ് ഉണ്ടാക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് എല്ലാം ഞാനാണ് ഉണ്ടാക്കുന്നത്. അമ്മയുടെ സപ്പോർട്ട് ഉണ്ടാകും, അനിതയുടെ സപ്പോർട്ട്, അഞ്ജുവിന്റെ ചെറിയ കലാപരിപാടികളെല്ലാം ഉണ്ടാവും. അങ്ങനെ ഞങ്ങൾ തുടങ്ങാൻ പോവുകയാണ് ഇന്നത്തെ രാവിലെ. അതെ, ഇപ്പൊ ഇവിടെ എത്ര മണി? 10:50 ആയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇന്ന് വീക്കിലി ഓഫ് ആയിട്ട് എല്ലാവരും കിടന്ന് ഉറങ്ങി. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഹായ് ഗായ്സ്, എന്റെ ചുച്ചു നാട്ടില് വിളിക്കുന്നു. അമ്മൂമ്മ, ശ്രീധ ചേച്ചി ഉണ്ട്. നമ്മളൊരു വീഡിയോ എടുക്കുക. അച്ഛനെ കൊണ്ട് മൊത്തം ചുച്ചു അഞ്ചുമോള മിസ് ചെയ്യുന്നോ? ഇന്നത്തെ രാവിലത്തെ പരിപാടി എന്നാ? രാവിലെ എന്ന് പറഞ്ഞാല് ഇപ്പൊ പാല് തിളപ്പിച്ചോണ്ടിരിക്കുകയാണ്. പാല് തിളപ്പിക്കുന്നത് കോൺഫ്ലെക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അഞ്ചിന് ചോക്കോസ്. നമ്മള് ഫ്രൈഡേ ലൈറ്റ് ബ്രേക്ക്ഫാസ്റ്റും ഹെവി ലഞ്ചും വന്ന്. അതെ, ലൈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് പാല് തിളപ്പിക്കുന്നു. പഞ്ചസാര ഇട്ടോ? പഞ്ചസാര ഇട്ടില്ല. ബ്രൗൺ ഷുഗർ ഇടണം. ബ്രൗൺ ഷുഗർ. എനിക്ക് ചായ കിട്ടിയില്ല. ചായ ഇങ്ങോട്ടെ. ഒരു മിനിറ്റ് സമയം തടേ എല്ലാത്തിനും. എന്തുകൂടെ ഞാൻ ജോലിക്കാരനൊന്നും അല്ലടേ. ഞാൻ ഇന്നത് ഒന്ന് സഹായിക്കാന്ന് വെച്ചാൽ എനിക്കിട്ട് പണിയെന്നോടി. നമ്മൾ ഓവനിൽ ചായ ചൂടാക്കാൻ വേണ്ടി വെച്ച് കേട്ടോ. ഇവിടെ ഞാനിന്ന് എണീറ്റപ്പം നല്ല ലേറ്റായി. 10 മണി കഴിഞ്ഞു. അതിന് മുന്നേ അച്ഛൻ ചായയൊക്കെ ഇട്ട് വെച്ചിരുന്നു. എന്റെ മോക്ക് ഞാൻ ചായ ആറ്റി കൊടുക്കുകയാണ്, തണുപ്പിച്ചു കൊടുക്കുകയാണ്. ശരി, സർഫൂടൊക്കെ ഇട്ടാ കൊള്ളാം, നല്ലതായിരിക്കും. വെളുക്കും. ആണോ? എന്നാ തന്നെ അങ്ങ് ചെയ്. ഈ കിച്ചണിൽ അധികം സ്പേസ് ഇല്ല അല്ലേ? അത് മതി. എനിക്ക് വലിയ താല്പര്യം ഇല്ല ഈ അടുക്കള. ആണോ? ഇപ്പൊ കുഴപ്പമില്ല. അടുത്ത എന്റെ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ, ചിക്കൻ എടുത്ത് വെള്ളത്തിൽ ഇട്ട് കുറച്ച് മുന്നേ അത് എന്റെ സ്കിൻ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് ഉച്ചക്ക് ചിക്കനാണ്. ഇന്ന് ഉച്ചക്ക് ചിക്കൻ കറിയും ഫ്രൈഡ് റൈസും ആണ്. എന്റെ സ്പെഷ്യലാണ്. ഞാനങ്ങനെ ആർക്കും ഉണ്ടാക്കി കൊടുക്കാറില്ല. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇതിലേക്കും അഞ്ജുവിനൊക്കെ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുന്നത്. ഭാഗ്യത്തിന് ഇവിടെ ഒരു ടോയ്ലറ്റേ ഉള്ളു. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഇന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ നാളെ അല്ലെ അടുത്ത വെള്ളിയാഴ്ച ഉണ്ടാക്കണം ഞാൻ ഉണ്ടാക്കത്തില്ല. തമാശല്ല, കാര്യമായിട്ട്. ഞാൻ എന്റെ ചിക്കൻ കറി കഴിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് വട്ടം. ഒരുപാട് പണ്ട് ഇപ്പോഴല്ല. ഓക്കെ, അടുത്ത പറഞ്ഞാൽ കപ്പയുള്ളിൽ വെള്ളത്തിൽ സവാള. ഇവരെ നാട്ടിൽ കപ്പ ഉള്ളി എന്നാ പറയാ. സവാള പൊളിച്ച് വെള്ളത്തിൽ ഇടുന്നു. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ടെക്നിക്കാണ്. കണ്ണ് നീറാതിരിക്കാൻ, കണ്ണിൽ നിന്ന് വെള്ളം വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്ക്. ഇത് ആർക്കും അങ്ങനെ അറിയത്തില്ല, എന്നെ പോലുള്ള ചില ആൾക്കാർക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഇന്നലെ പോയപ്പോൾ 2-3 സാധനങ്ങൾ മേടിക്കാൻ മറന്നുപോയി. അതുകൊണ്ട് ഒന്ന് കറിവേപ്പില, കുക്കുംബർ, നാരങ്ങ, തൈര് അതൊക്കെ ഓർഡർ ചെയ്ത് അതെന്റെ ചായ. നിന്റെയാണ് വന്നപ്പോൾ. ഈ ടെക്നിക്ക് ആർക്കും അറിയത്തില്ല. വളരെ റെയർ, എന്നെ പോലെ ബുദ്ധിയുള്ള ആൾക്കാർക്ക് മാത്രമേ അറിയാൻ പറ്റൂ എന്നാണ് എന്റെ വിശ്വാസം രക്ഷിക്കട്ടെ. വീഡിയോ എടുത്തിട്ട് തല്ലുകൊല്ലും. ഇത് എന്റെ ടെക്നോളജിയാ, എനിക്ക് മാത്രം അറിയാം ടെക്നോളജി. പക്ഷെ ഇത് കണ്ടിട്ട് നാളെ ആരും പറയരുത് ചിക്കൻ വെച്ചതെന്ന് പറയരുത്, ഞാൻ ചെയ്യത്തില്ല. പക്ഷെ അച്ഛൻ നല്ല കുഞ്ഞുകുനാന്നറിയത്തില്ല. എന്ത് കുഞ്ഞുകുനാ? അല്ല, നോർമൽ മുട്ടയൊക്കെ പിരിക്കാൻ നേരത്ത് കുഞ്ഞുകുനാന്നരിയും. കുഞ്ഞുകുനല്ല, ഇപ്പൊ നീളത്തിലരിയുന്നത്. അതെ, എനിക്കറിയത്തില്ല കുഞ്ഞുകുനാന്നരിയാൻ വേണ്ടിട്ട്. കുഞ്ഞുകുന എന്ന് പറയുന്നത് മലയാളം വെക്കാന്നോ? അതും അറിയത്തില്ല. കുനുകുന എന്താണ്? എന്താ ഓ, അല്ല ഇംഗ്ലീഷ് അങ്ങനെ പറയുന്നേ. ശരി, കുനുകുന എന്ന് പറഞ്ഞാൽ മലയാളം അല്ല, പൊടിപ്പൊടിയായിട്ട്. അങ്ങനെ പറ, അതാണ്. കണ്ണുനീർ വരുന്നു ചെറുതായിട്ട്. ജീവിക്കാൻ ഇപ്പൊ ഒരു മോഹം തോന്നുന്നു, അതുകൊണ്ട് ചോദിക്കുക, എന്നെ വെറുതെ വിടാൻ പറ്റുമോ? പറ്റത്തില്ല, ഭാര്യക്ക് ഉള്ളി തൊലിച്ചിട്ട് പോയാ മതി. എല്ലാം കൊണ്ടുവന്നു. ഇന്നലെ മേടിക്കാൻ മറന്നു സാധനങ്ങൾ കൊണ്ടുവന്നു. ഇയാള് ചെയ്യണ്ട, ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇന്ന് എന്റെ പാചകമാണ്. ഇയാള് വന്ന് ഒരു അഭിപ്രായം പോലും പറയരുത്. അത് ഇത് ചെയ്, അയ്യോ അത് കൂടിപ്പോയി, ഇത് കൂടിപ്പോയി, ഇത് ഇച്ചിരി ഇട്, അതൊന്നും പറയരുത്. എന്റെ ഫുൾ പാചകമാണ്.
ഒരു അഭിപ്രായം ഞാൻ അക്സെപ്റ്റ് ചെയ്തില്ലായിരുന്നു. അപ്പൊ എന്തൊക്കെയാണ് വെക്കാൻ പോന്നെ? ഞാൻ വെക്കുന്നത് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇന്നെല്ലാം ഒറ്റയ്ക്ക് ചെയ്യുവോ? എല്ലാം ലഞ്ച് മൊത്തം ചെയ്യോ? ഫ്രൈഡ് റൈസ് ഞാൻ ചെയ്യില്ല, ഫ്രൈഡ് റൈസ് ചെയ്തോളാം. ഒരു അഭിപ്രായവും പറയണ്ട. ഞാൻ ഉണ്ടാക്കുന്ന കറിയിൽ അഭിപ്രായം പറയേണ്ടതാണ്. അത് ചെയ്ത് എല്ലാം കഴിച്ചിട്ട് അഭിപ്രായം പറയാം. ഓക്കെ ആണല്ലേ? എന്നെ പീഡിപ്പിക്കുക ഇവിടെ, പീഡിപ്പിക്കുക. അമ്മയോടുകളെ ഞാൻ ടിക്കറ്റ് എടുത്ത് കുവൈറ്റിൽ കൊണ്ടുവന്നിട്ട് എന്നെ പീഡിപ്പിക്കുക ഇവിടെ. മാത്രം കഴിക്കുന്നത് എല്ലാം തന്നെ ചെയ്യാൻ പറഞ്ഞിട്ട്. നിങ്ങൾ ഇതെല്ലാം കാണണം. നിങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കുക. പാല് തിളപ്പിച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് നമുക്ക് ഡൈനിങ് ടേബിളിൽ കൊണ്ടുവെക്കാം. എന്താണ് പുതിയ പ്ലേറ്റ് ഒക്കെ ആയിട്ട് വരുന്നത്? ഒരു പ്ലേറ്റിൽ നിന്ന് നശിപ്പിച്ചില്ലേ ഇന്നലെ? ഞാൻ ക്രോയിസന്റ് ഓവനിട്ട് ചൂടാക്കിയത് കരിഞ്ഞു പോയി. മൊത്തത്തിൽ ചൂടാക്കി, പ്ലേറ്റ് ഉൾപ്പെടെ ചൂടാക്കി കരിച്ച് കയ്യിലെടുത്ത്. അതുകൊണ്ട് ഇന്നലെ വേറെ 2 പ്ലേറ്റ് മേടിച്ച് വേറെ 2 പ്ലേറ്റ് വാങ്ങി. ഗൈസ് സാധനം എന്ത് പാല് മാത്രമാണോ? ഞാൻ എടുത്തോണ്ട് വരാം. ഡെഡിക്കേഷൻ കണ്ടോ ഗൈസ്? നമ്മളൊന്നും പറയണ്ട, എല്ലാം ചെയ്തോളൂ. ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് മാത്രം എന്നെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കുന്നില്ല. മാറി. അത് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നല്ല, എന്നെ പീഡിപ്പിക്കുക. അവള് പറയുന്നത് അങ്ങനാന്നേ ഉള്ളു. ഇതൊക്കെ തന്നെ എന്നെ അവൾക്ക് എടുക്കാൻ പറ്റില്ലേ? അവൾക്ക് എടുക്കാം, പക്ഷെ എന്നെ കൊണ്ട് എടുത്തോണ്ട് വാടാന്ന്. എന്റെ ചോക്കോസ് ചോക്കോസ് കഴിക്കുമ്പോൾ ക്രിസ്പിനെസ് ഉണ്ട്. ഞാൻ മൈക്ക് ഉള്ളതുകൊണ്ട് കേൾപ്പിച്ചു തരാം. ഇവർ ഇതിനെ ആർഭാടമാക്കാൻ വേണ്ടി പഴം അരിഞ്ഞിടുന്നത്. എന്തൊരു പഴം? ഞാലി. അതിന് കഴിച്ചില്ലല്ലേ? പാല് തിളപ്പിച്ച് പഞ്ചസാരല്ലേ ഉള്ളേ. ഇതിലെന്താ വലിയ കാര്യം വന്ന്? പാല് തിളപ്പിക്കണല്ലോ കറക്റ്റ് ആയിട്ട്. പാല് തിളപ്പിച്ച് കറക്റ്റ് ആയിട്ട് തിളപ്പിച്ചില്ലേ? കറക്റ്റ് ആയിട്ട് തിളപ്പിക്കുക മീൻസ് എന്തല്ലോ ഹൈ ഫ്ലെയിമിലങ്ങ് വെച്ചാ പോരെ? അല്ലല്ല, അതാണ് പ്രശ്നം. നിങ്ങൾക്ക് അറിയത്തില്ല. ഹൈ ഫ്ലെയിം വെച്ച് കഴിഞ്ഞാല് പാൽ പെട്ടെന്ന് തിളയ്ക്കും. ലോയിൽ വെച്ച് കഴിഞ്ഞാൽ സ്ലോലി തിളയ്ക്കും. അങ്ങനെയാണ് വേണ്ടത്. ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. അങ്ങ് പാചകറാണിയാന്നാ പറയുന്നത്. പാചകറാണി അഞ്ചു പഴം കട്ട് ചെയ്ത്. ആരാ ഇത്? അഞ്ചുവാണോ അനുവാണോ അനിതയാണോ? അച്ഛൻ. എനിക്ക് വേണ്ടട്ടാ. ഇത് ഒഴി പാല് ഒഴിക്കൂ ഗൈസ്. ഇത് ബ്രൗൺ ഷുഗർ ഇട്ടോണ്ട് ഒരു ഓഫ് വൈറ്റ് കളർ പാലായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതൊന്ന് സോക്കായി കിട്ടണം കുറച്ച്, എന്നാലേ ഇത് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. സ്പൂൺ മാറിപ്പോയല്ലോ. അങ്ങനെ ഉണ്ടോ? എങ്ങനെയുണ്ട് എന്റെ കോൺഫ്ലെക്സ്? എങ്ങനെയുണ്ട് അനിതേ? പറ. ഞാൻ ഉണ്ടാക്കിയേ കഷ്ടപ്പെട്ട് പാല് തിളപ്പിച്ചു. പറ. കൊള്ളാ എനിക്കല്ലേ പറയാ കൊള്ളായിട്ട്. എന്തോ കോൺഫ്ലെക്സ് കൊള്ളാം. അതാരുണ്ടാക്കിയ? ഞാനുണ്ടാക്കിയത്. പാല് തിളപ്പിക്കുന്ന ഒരു അതിനൊരു കാൽക്കുലേഷൻ ഉണ്ട്. ആ കാൽക്കുലേഷൻ തെറ്റിക്കഴിഞ്ഞാൽ എല്ലാം പോയി. പാലും കോൺഫ്ലെക്സും പഴം. എന്റെ അടുത്ത് ചോദിക്കരുത് ഇതിന്റെ അഭിപ്രായം. കാര്യം ഞാൻ തന്നെ ഉണ്ടാക്കിയത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പൊങ്ങച്ചാന്ന് വിചാരിക്കും. എനിക്ക് ഇഷ്ടമല്ല. ഞാൻ സ്വയം പൊക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ സത്യം മാത്രമേ പറയൂ, ഒന്നും പറയത്തില്ല. ബാക്കിയുള്ളവര് പൊക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്, സ്വയമേ പൊക്കുന്നത് ഇഷ്ടമല്ല. ബാക്കിയുള്ളവർ മോഹൻലാൽ ലൂസിഫർ സൂപ്പർ അടിപൊളി എന്ന് പറയുന്നതല്ല. മറ്റുള്ളവർ എന്റെ അഭിപ്രായം പറ, എന്നെ പറ്റി അഭിപ്രായം പറ. അതാണ് എനിക്ക് ഇഷ്ടം. അപ്പൊ എന്റെ രോമാഞ്ചം ഉണ്ടാവും. ഇനി ഞാൻ കഴിക്കട്ടെ. വാവ് വാവ്. എന്തുവാവും? ചോക്കോസിന്റെ കളർ ഇതിനകത്തോട്ട് ഇറങ്ങും. അപ്പൊ പാല് കാണാൻ നല്ല രസമാണ്. സത്യത്തിൽ ഇത് ഒരു ബ്രഞ്ച് ടൈമാണ്. അങ്ങനെ പറയാറുണ്ടോ? നോളജ് ഇല്ലാത്തോണ്ട പൊട്ട് സാരമില്ല. ആർക്ക് നോളജ് ഇല്ലാത്തത്? അടുത്തത് എനിക്കോ? ഞാൻ ആരാന്നറിയാം? മോൻ ഗോപൻ. ഒരു കുറച്ച് പാൽ അധികം വേണോ? അങ്ങനെ വേണ്ടി ഞാൻ തന്നെ കുടിച്ചു കയറിക്കേണ്ടി വരുമല്ലോ. ഇതെല്ലാം വേണോന്ന് അറിയാലോ, പിന്നെ എന്തുവാ കൂടിയ? എനിക്ക് വേണ്ടായിട്ടല്ല, എന്തോ വേണ്ടാഞ്ഞിട്ടല്ല വേണ്ടാഞ്ഞിട്ടല്ല. പക്ഷേ കളഞ്ഞ പൈസ കൊടുത്ത് വാങ്ങിയില്ലേ? ഇത് ഉച്ച വൈകിട്ടാ പിരിഞ്ഞു പോകും.
ഇച്ചിരി ഉള്ളു, ഇത്രയേ ഉള്ളു. ഇവര് കഴിച്ച് ഞാൻ ഇവിടെ വെച്ചോണ്ടിരിക്കുക. ഐ ആം എ സ്ലോ ഈറ്റർ. പയ്യെ കഴിച്ച് തീരത്തോളം. എന്റെ മോൻ കാണുവാടി. ഇത് വേണമായിരുന്നു, അതുകൊണ്ടാ ഇപ്പൊ ഇങ്ങനത്തെ ഒരു ടോക്ക് ഇവിടെ നടന്നത്. അങ്ങനല്ല, ഇത് വെറുതെ നമ്മൾ കാശ് കൊടുത്ത് മേടിക്കുന്ന സാധനങ്ങൾ പാഴാക്കരുത്. അതിന് ഞാൻ ഇവിടെ ചെയ്തു. വൈകിട്ട് വരുന്ന പാല് ചീത്തയാവത്തില്ലേ, തിളപ്പിച്ച പാലല്ലേ. അപ്പം അടുത്ത എന്റെ നെക്സ്റ്റ് പ്രോഗ്രാമിലേക്ക് ഞാൻ പോകുന്നതായിരിക്കും. അതായത് ലഞ്ച് കട്ടൂറ. ബ്രേക്ക്ഫാസ്റ്റ് പരിപാടി എല്ലാം കഴിഞ്ഞ് ഇനി ലഞ്ചിനുള്ള പരിപാടിയാണ്. ഇതാണ് കോഴി. അപ്പൊ ഗൈസ് നമ്മൾ ചിക്കൻ്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നലെ ലുലുവിൽ പോയപ്പോൾ നമ്മൾ ചിക്കൻ വാങ്ങിയായിരുന്നു, ഓഫർ ഉണ്ടായിരുന്നു, അങ്ങനെ വാങ്ങി. പിന്നെ അച്ഛനായിട്ട് പാചകം ചെയ്യിപ്പിക്കാന്ന് വിചാരിച്ചിട്ട് നമ്മൾ വാങ്ങി. ഞാൻ തന്നെ ചെയ്തോളൂ, ആരും ഡിസ്റ്റർബ് ചെയ്തു. തൊലി നമ്മൾ യൂസ് ആക്കൂല, സോ നമ്മളത് വേസ്റ്റ് കളയും. ഞാൻ വെളുത്തുള്ളി തൊലിച്ച് തരട്ടെ? വെളുത്തുള്ളിയുടെ തൊലി എടുത്ത് തരട്ടെ? വെളുത്തുള്ളിയുടെ തൊലി അസിസ്റ്റന്റ് ആയിട്ട് ഞാനുണ്ട്. അസിസ്റ്റന്റ് കുക്കാണ്. സവാള എനിക്ക് അരിയാൻ വയ്യ. സവാള ഞാൻ അരിയത്തില്ല, കണ്ണ് നീറും. ഞാൻ അരിഞ്ഞോളാം, ഞാൻ എല്ലാം ചെയ്തോളാന്നല്ലേ പറഞ്ഞേ. വെളുത്തുള്ളിയുടെ തൊലി ഞാൻ എടുത്തു കൊടുക്കും. ഇവിടുത്തെ വെളുത്തുള്ളി ഉണ്ടല്ലോ, പിച്ചാത്തി യൂസ് ആക്കേണ്ട ആവശ്യമില്ല, ഭയങ്കര വലുതുവാന്ന്. ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചെടുത്താൽ മതി. അപ്പൊ പാചകം ചെയ്ത് പീഡിപ്പിക്കുന്ന പറഞ്ഞോണ്ട് രണ്ടുപേരോട് എന്നെ സഹായിക്കാൻ വന്നിരിക്കുന്നയാ. കണ്ടാ, ചുമ്മാതെ കേട്ടോ, നമ്പരാ അമ്മയുടെ. രണ്ട് സവാളയൊക്കെ തൊലികളെന്ന് വെച്ചിട്ടുണ്ട്. അച്ഛൻ്റെ ഇത്രയും മുറിച്ചൊക്കെ കളഞ്ഞു കേട്ടോ അച്ഛൻ. അപ്പൊ ഇത്രയും സവാള നമ്മൾ ഫ്രൈഡ് റൈസിനും ചിക്കനും കൂടിയിട്ട് ഇത്രയും സവാള എടുത്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചി തൊലി കളഞ്ഞ് വെച്ച്, പിന്നെ പച്ചമുളക്. നമുക്ക് വെളുത്തുള്ളിയുടെ തൊലി ഞാനാന്ന് കളയുന്നത്, അപ്പോൾ അത് കളയാൻ കഴിയും. എന്തായി കാര്യങ്ങൾ? എന്തായി? ആദ്യം റെഡിയാക്കി ചിക്കൻ എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു. ചിക്കൻ കട്ട് ചെയ്തത് അച്ഛൻ, ഉള്ളി അരിഞ്ഞത് അമ്മ, പിന്നെ വെളുത്തുള്ളിയുടെ തൊലി എടുത്തത് ഞാൻ, ബാക്കി ഇഞ്ചി അരിഞ്ഞത് അമ്മ, പച്ചമുളക് അരിഞ്ഞത് അമ്മ. ഇപ്പൊ സമയം നോക്കിട്ട് ഇപ്പം നമുക്കിവിടെ 12:40 കാണിക്കുന്നത്. പക്ഷെ ഇവിടെ ഒരു 20 മിനിറ്റ് ഫാസ്റ്റ്, അതുകൊണ്ട് നമുക്കൊരു 12:30, 12:25 കൂട്ടാം. അങ്ങനെ എൻ്റെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. കണ്ട് പഠിക്കേണ്ടവർക്കൊക്കെ സംശയങ്ങൾ ചോദിക്കാം. സംശയങ്ങൾ ഞാൻ തുറന്നു പറയും, ഒരു ഒളിവും മറവില്ല പറഞ്ഞിരിക്കും. ആദ്യം എന്തോ ചെയ്യാൻ പോന്നേ? ആദ്യം പാത്രം എടുത്ത് അടുപ്പി വെക്കുന്നു. ഓക്കെ ഗൈസ്, നമ്മൾ ഇത് ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള സാധനമാണ്. ഒന്ന് വരഞ്ഞു കൊടുക്കും കേട്ടാ. ഒന്ന് മൂർച്ചക്ക് ചെയ്യാൻ കൊണ്ട് എന്ത്ര മടി. എന്നെ ഭരിക്കാൻ പറ്റരുതേ മോളെ, ഞാൻ ആള് വേറെ കേട്ടാ. അതറിയാം. നമ്മൾ ചിക്കൻ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഓയിലിട്ട് ഫ്രൈ ആണോ ചെയ്യാൻ പോകുന്നത്? അല്ലല്ല, പിന്നെ ഓയിലിടാത്ത ഫ്രൈ. എന്തിനാണ്? എയർ ഫ്രൈ. ഇവിടെ എയർ ഫ്രയർ ഉണ്ട് കേട്ടോ. അപ്പൊ ഗൈസ്, നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള മസാല പ്രിപ്പയർ ചെയ്യുക. ഇഞ്ചി വെളുത്തുള്ളി കുറച്ചിടണം. പിന്നെ നമ്മുടെ വറ്റൽമുളക് കുറച്ചേരം ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് അതിടണം. കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ട്, പിന്നെ കുറച്ച് കൊച്ചുള്ളി കൂടെ ചേർത്ത് കൊടുത്തിട്ട്, മഞ്ഞപ്പൊടി, സ്പൈസി ആക്കാൻ മുളക് പൊടി, ഇത് എരിവ് വേണം ഇവിടെ എല്ലാവർക്കും. കുരുമുളക് പൊടി, കുറച്ച് ജീരകപ്പൊടി. എന്റെ കൈയാണ് ഇതൊക്കെ അച്ചറിട്ടാ കൂടി പോവും, അതുകൊണ്ടാന്ന് അമ്മ ഇടും. നാരങ്ങ ഇട് അങ്ങോട്ടെ, പോയിട്. എല്ലാം ചെയ്യുവാന്ന് പറഞ്ഞിട്ട് വായി നോക്കിക്കൊണ്ടിരിക്കുക. നാരങ്ങ എന്തേ ഇട്, കട്ട് ചെയ്തിട്ട് നീരിട്. കഴുകിട്ട് എടുക്കാൻ കേട്ടോ. എന്തുവാ ഈ എല്ലാ സാധനങ്ങളെ എന്നാ തൈരൊന്ന് കഴുകും. ഇതാണ് തൈര് എന്ന് പറയും. യോഗട്ട് എന്ന് മലയാളത്തിൽ അല്ല ഇംഗ്ലീഷിൽ പറയും. ഈ കത്തി നാരങ്ങ മുറിക്കാൻ മാത്രമല്ല, ടേക്ക് കെയർ, സവാള മുറിക്കാൻ ഉപയോഗിക്കൂ. കുരു ഇടരുത്. ഒരു ഗുരു ആണല്ലോ എല്ലാരും. അയ്യേ, പിഴിയാൻ വയ്യ. പിഴിയാമേതല്ല, കുരു ആ പോലെ നോക്കി പിഴിയാ. നമ്മൾ ഫുൾ ഒരു നാരങ്ങയാണ് പിഴിഞ്ഞ് കഴിക്കേണ്ടത്. കുരു പെടാതെ സൂക്ഷിക്കുക.
നീ ഒന്ന് മലയാളം അറിയത്തില്ലേ? സൂക്ഷിക്കുക എന്നല്ല, സൂക്ഷിക്കുക. ഓ കൈ കൊച്ചി പിടിച്ച് പറ്റിച്ചേ. പറ്റുന്ന ജോലിക്ക് പീഡിപ്പിക്കുന്ന പോലും. ലാസ്റ്റ് നമുക്ക് തൈരും കൂടെ ചേർത്ത് കൊടുക്കാം. ഹിമാലയൻ റോക്ക് സോൾട്ട് കൂടെ ചേർത്ത് കൊടുക്കണം. ഗൈസ് മസാല കറക്റ്റായിട്ട് അരഞ്ഞ് നല്ല സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇച്ചിരി ഒന്നെടുത്ത് വേണീന്റെ മസാല ഇതുപോലെ എടുത്തു. അപ്പൊ ഗൈസ് ഇനി നമുക്ക് നമ്മുടെ മസാല എല്ലാം കൂടെ ചിക്കനിലോട്ട് ഇട്ടിട്ട് അരപ്പ് തേച്ച് വെക്കാം. മാങ്ങ ഇളക്കി മസാല കൊണ്ട് തേച്ചങ്ങോട്ട് പീഡിപ്പിക്കണം. അതിലാണ് കാര്യങ്ങൾ ഇരിക്കുന്നത്. അങ്ങനെ മസാല എല്ലാം പരട്ടി അടിപൊളിയായിട്ട് ചില ഫ്രീസർ വെച്ച് തണുപ്പിക്കണം. ചില്ലാക്കണം. ചില്ല് ഐസ്ക്രീം ഇരിപ്പുണ്ടല്ലേ? ഇന്നലെ ഞാൻ തിന്നായിരുന്നു. നീ എനിക്കോ എന്തുവാ ഐസ്ക്രീം തിന്ന്. ചിക്കൻ കറി. ചിക്കൻ കറിക്കുള്ളത് വേണ്ട ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. വൃത്തിയാക്കിയിട്ട് ഇനി വെള്ളം ഊറ്റി കളയണം. അപ്പൊ ആദ്യം എന്താണ് നമ്മൾ ഒഴിക്കാൻ പോകുന്നത്? കോക്കനട്ട് ഓയിൽ. പാത്രം ചൂടായിട്ടുണ്ട്. ഓയിലിടോ. പാത്രം ചൂടായി. അങ്ങനെ തുറക്കണോ? അവിടെ കരിയുന്നു. ഇങ്ങനെയാണോ ഒരു ഷെഫ് ഉണ്ടാക്കേണ്ടത്? ഇത് എന്റെ സ്റ്റൈലാ. എണ്ണ ചൂടായി നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇത്രയൊന്നും ഇടണ്ട, കുറച്ചിട്ടാ മതി. ബാക്കി നമുക്ക് ഫ്രൈഡ് റൈസിനുള്ളതാ. ഞാനായിരുന്നത് എന്റെ ഇഷ്ടമാ. ശരി മതി 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 എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലേ ഇവിടെ വീട് പറയുന്നതിനാ. ഓക്കെ. അപ്പൊ ഗൈസ് ഉള്ളി ഒന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടി ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം. മതി മതി. ഞാൻ ചെഫാണ്. ചെപ്പ് സ്പൂണ് വെച്ച് ഇടണം. ശരി മാഡം. ഓക്കെ ഗൈസ് അപ്പൊ നമ്മൾ ലിഡ് തുറക്കുന്നു. സവാള കുറച്ചൊക്കെ വഴണ്ട് വന്നു. ഇനിയിപ്പോ കുറച്ച് കറിവേപ്പില കഴുകി വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് ഇളക്കി. ഇനി എന്തുവാ? ടൊമാറ്റോ ഇട്ട് ഇളക്കാം. ഇനി അതങ്ങ് വെന്ത് വരും. നെക്സ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇളക്കാം. അതിന് നോവത്തില്ല, ഒന്ന് ഇളക്കങ്ങോട്ട്. ഞാൻ എന്റെ സൗകര്യത്തിലാണ് കറി ഉണ്ടാക്കുന്നത്. മഞ്ഞപ്പൊടി ഇട്ടൊന്ന് ഇളക്കിയിട്ടുണ്ട്. ഗൈസ് മഞ്ഞപ്പൊടി ഇട്ടു. ഇനി നമുക്ക് ചിക്കൻ മസാല, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി ഇത്രയും കൂടി ഇടാം. എല്ലാം കൂടി ഇട്ടിട്ട് മിക്സ്. ഓക്കെ ഗൈസ് മസാല ഇട്ടൊന്ന് ഇളക്കിയിട്ട് ചിക്കൻ കഴുകി വെച്ച ചിക്കൻ എടുത്തിട്ടാണ്. ചിക്കൻ ഇട്ടിട്ട് നല്ലോണം അടിയിൽ ഇളക്കും. മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തു. തീ കുറച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം ഇരുന്നൊന്ന് വേവട്ടെ. ചിക്കനിൽ നിന്നുള്ള വെള്ളം ഇറങ്ങണം. അതെ, നമ്മൾ അഡീഷണൽ ആയിട്ട് വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ചേർക്കത്തില്ല. അതിനകത്തുള്ള വെള്ളം മതി. ഇനിയിപ്പം തീർന്ന് കുറച്ച് വെച്ചിട്ട് കുറച്ചു നേരം ഒന്ന് വെന്ത് വരും. അപ്പൊ ഗൈസ് നമ്മൾ ചിക്കൻ കറി വേവാൻ വെച്ചു. ഫ്രൈഡ് റൈസ് അല്ല, നമ്മൾ നെയ്ച്ചോറാണ് ഉണ്ടാക്കുന്നത്. അപ്പം നെയ്ച്ചോറ് ഉണ്ടാക്കാൻ പോകട്ടെ. എണ്ണ ഇട്ട് ഓയിൽ സ്പൈസ് ഇട്ടു. നമുക്ക് ഗൈസ് ചിക്കൻ കറി തുറന്നു നോക്കാം. വാവ്, ഇത് കണ്ടോ ഗൈസ്, നമ്മുടെ ഗ്രേവി നല്ല വറ്റി കുറുകി വരുന്നുണ്ട്. അസിസ്റ്റന്റ് കുക്കിന് ഹാൻഡ് ഓവർ ചെയ്തേക്കാണ് താൽക്കാലികമായിട്ട്. നെയ്ച്ചോറിനകത്ത് സവാള ഇട്ടിട്ട് പിന്നെ അത് ഉപ്പിട്ടു. ഇപ്പൊ അത് ഇച്ചിരി നെയ്യ് ഇടുന്നു. സോ ഗൈസ് നമ്മുടെ സവാള ജസ്റ്റ് ഒന്ന് എടുത്ത് മാറ്റി വെക്കണം. എന്തിനാണ് മാറ്റി വെക്കുന്നത്? ലാസ്റ്റ് മിനിറ്റ് ഡെക്കറേഷൻ.
ഗാർണിഷിംഗ്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. ക്യാരറ്റ് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കൂ ഗൈസ്. കുറച്ച് ഗരം മസാലയും കൂടെ ഇട്ടിട്ട് ഇളക്കി കൊടുക്കണേ. ഇവിടെ അതെ അരി ഇട്ട് കൊടുക്കാം. ജീരകശാല അരിയാണ് എടുത്തിരിക്കുന്നത്. നെയ്ച്ചോറല്ലേ ഉണ്ടാക്കുന്നത്, അപ്പോൾ നമുക്ക് ജീരകശാല അരിയാണ് വേണ്ടത്. ഇവിടെ നമ്മുടെ അരമണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട്, ചൂട് വെള്ളത്തിൽ അല്ലേ, നോർമൽ വെള്ളത്തിൽ അരി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കണം. ഇളക്കിയിട്ട് വേണം വെള്ളം ഒഴിക്കാൻ അല്ലേ. യെസ്, ഐ നോ കുക്കിംഗ് ഗൈസ്. കുറച്ച് ചോപ്ഡ് കൊറിയാൻഡർ ലീവ്സ് ഇടണം ഗാർണിഷിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഉപ്പ് നോക്കുവാന്ന് ഇവിടെ. എങ്ങനുണ്ട്? അടിപൊളി മോളെ, അടിപൊളി. ഇത്ര നേരം റൂമിൽ കയറി ഇരിക്കുമല്ലായിരുന്നു, ഞാനും അമ്മയും കൂടെ ഇത് ഇളക്കിക്കൊണ്ടിരുന്നത്. ഹാൻഡ് ഓവർ. എന്നാ ഇതിട്. ഇനി ഇളക്കണ്ട. ഫുൾ ഇടണോന്ന് വരെ അങ്ങനെ അല്ല ഇടേണ്ടത്. അങ്ങോട്ട് ഞാനിടാ. ഗൈസ്, നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നെയ്ച്ചോറ് ഇവിടെ അരി ഇട്ടിട്ട് വേവിക്കാൻ വേണ്ടി വെച്ച അരി. നെക്സ്റ്റ് പരിപാടി ഈസ് ചിക്കൻ ഫ്രൈ. നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീസറിൽ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതെടുത്തിട്ട് നമുക്കിനി എയർ ഫ്രൈ ചെയ്യാം. ഇപ്പം പുറത്ത് നല്ല വെയിലുള്ളതുകൊണ്ട് നല്ല ലൈറ്റ് ഉണ്ട് ഇവിടെ. ഗൈസ്, സാലഡിന് വേണ്ടിയിട്ട് കുക്കുംബർ, സവാള, ക്യാരറ്റ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കാം. ഓക്കെ, സോ ഗൈസ്, സാലഡ് ഈസ് റെഡി. നെക്സ്റ്റ് നമുക്ക് എയർ ഫ്രൈ ചെയ്യാം ചിക്കൻ. അപ്പം അതിന് വേണ്ടിയിട്ട് എയർ ഫ്രയറിനകത്തോട്ട് ഇതിനകത്ത് വെക്കുന്നൊരു പേപ്പറാട്ടാ. ഫ്രീസ് ചെയ്യാൻ വെച്ച ചിക്കൻ എടുക്കണം. എല്ലാ തല തിരിച്ചേ ചെയ്യത്തോള്. തിരിച്ച്. ഓക്കെ ഗൈസ്, നമ്മൾ 2 പീസ് വെച്ചിട്ടുണ്ട്. നമുക്കിത് അടച്ചിട്ട് എത്ര ഡിഗ്രി സെൽഷ്യസ് അല്ല, നമുക്കൊരു 160 ഡിഗ്രിയിൽ സെറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നു. നെയ്ച്ചോറ് റെഡിയായി, സാലഡ്, ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു. വിശപ്പിൻ്റെ വിളി വന്നപ്പോൾ എല്ലാവരും കഴിക്കുന്നു. സമയം നോക്കൂ. ഓക്കെ ഗൈസ്, അമ്മ ടേസ്റ്റ് ചെയ്തിട്ട് പറയും. ഇപ്പോൾ പ്രോസസ്സിങ്. കറി സൂപ്പറാട്ടോ. സത്യമായിട്ടും ഉള്ളത് പറഞ്ഞതാ. മസാല ഞാനല്ലേ ഇട്ടേ. മസാല അമ്മയല്ലേ മെഷർ ചെയ്തെടുത്ത് തന്നത്. ആന്ന് മോനെ അങ്ങോട്ട് അടപ്പിന്ന് അങ്ങോട്ട് ഇട്ടല്ലേ ഉള്ളു. ബാക്കിയെല്ലാം ചെയ്ത ചേട്ടനാ, അത് നല്ല ടേസ്റ്റ്. അച്ഛന്റെ കള്ളത്തരം പൊളിഞ്ഞ്. ഞാൻ അച്ഛൻ പറ. പൊളിയാണ് മോളെ. നാളെ ആരും പറയരുത്. പിന്നെ ആര് പറയുന്നു. നമ്മള് അധികം ഗ്രേവി ഇടാതെ ഉണ്ടാക്കിയത്. എന്നിട്ട് കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്. ഓക്കെ ഗൈസ്, 5 ആണ് സാലഡ്. സാലഡിലൊക്കെ എന്തോ ഇരിക്കുന്നു. സാലഡ് കുഴപ്പമില്ല. അപ്പോൾ ഗൈസ്, നമുക്ക് കഴിച്ചിട്ടൊക്കെ വരാം. സോ ഗൈസ്, രാത്രിയിലത്തെ ഫുഡ് നമ്മൾ പുറത്തുനിന്നാണ് കഴിക്കുന്നത്. നമ്മൾ ഒരു സ്ഥലത്ത് പോയിട്ടൊക്കെ വന്ന് നൈസ് എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം ഹോട്ടലിൽ കയറിയിട്ട് അൽഫാമും ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അപ്പോൾ അവരാദ്യം മയോണൈസും പിന്നെ ഒരു ചട്നിയും പിന്നെ വെജിറ്റബിൾസ് ഒക്കെ കൊണ്ടുവച്ചു. ദെൻ കുബൂസ് പ്ലസ് അൽഫാം കൊണ്ടുവച്ചു. ആ വെജീസിന്റെ കൂടെ വന്ന ഒരു ഇലയാണ് കേട്ടോ. ഇത് എന്തൊരു ഇലയാന്ന് എനിക്കറിയത്തില്ല. എന്തായാലും അച്ഛൻ്റെ എല്ലാം കൂടെ വായിലത്തോട്ട് എടുത്തിട്ടിട്ടുണ്ട്. എന്നിട്ട് നല്ലതാന്നൊക്കെ പറയുന്നുണ്ട്. അബൌട്ട് നമ്മുടെ അൽഫാം, നമ്മൾ പെരി പെരിയാണ് ഓർഡർ ചെയ്തത്. ഒരു പെരി പെരിയുടെ മസാല ഉണ്ടോ സുഹൃത്തുക്കൾ, നല്ല ചൂടായിരുന്നു. അങ്ങനെ ഒരു പീസ് ഞാൻ എടുത്ത് വായിൽ വെച്ചു. എൻ്റെ പൊന്ന് ഗൈസ്, എരി എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് എരി. അച്ഛൻ കഴിച്ചിട്ട് അച്ഛന് നല്ലോണം ഇഷ്ടപ്പെട്ടു. അടുത്തത് അമ്മയുടെ ടേൺ ആണ്. നല്ല ടേസ്റ്റ് ആയിരുന്നു. എൻ്റെ പൊന്നു ഗൈസ്, എനിക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ വായിന്ന് വെള്ളം വരുന്നു, അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു. ഒരു റിലീഫിന് വേണ്ടി ഒരു ഓറഞ്ച് ജ്യൂസും കൂടെ പറഞ്ഞു. അത് കുടിച്ചപ്പോൾ ഇച്ചിരി ആശ്വാസം ഉണ്ടായിരുന്നു. മൂക്കിൽ നിന്നൊക്കെ വെള്ളം വന്നിട്ട് വയ്യായിരുന്നു. നാട്ടിൽ നമ്മുടെ ഹയാത്തിലെ പെരി പെരി അൽഫാമിനെയും കാട്ടി നല്ല എക്സ്ട്രീം എരിവ് ആൻഡ് എക്സ്ട്രീം ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇതോടുകൂടി ഞാനും അമ്മ അവിടുത്തെ അൽഫാം ഫാനായി. അച്ഛനും അമ്മ അവരുടെ അൽഫാം കഴിച്ചു കഴിഞ്ഞിട്ട് ഞാനിവിടെ വെച്ചോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. എനിക്ക് എരിവ് കാരണം കഴിക്കാൻ വരുന്നു, പക്ഷെ ഞാൻ ലാസ്റ്റ് കഴിച്ചു കഴിഞ്ഞു.
സോ ഗൈസ് ദ നെക്സ്റ്റ് ഡേ നമ്മൾ എന്ത് ചെയ്തു? എയർ ഫ്രൈ ചെയ്ത ചിക്കൻ. സോ ലുക്ക് കണ്ടോ? ഓക്കെ ഗൈസ്, ടേസ്റ്റ് ചെയ്തിട്ട് പറയൂ. പറയട്ടെ, ടേസ്റ്റ് കഴിക്ക്. ആ കഴി. കൊള്ളാമോ? ഇനി അമ്മായി ഞാനുണ്ട്. കൊള്ളാവാ? അൽഫാമിന്റെ മസാല പോലെ ഓ ഓക്കെ ഗായ്സ്, നമുക്കിനി ടേസ്റ്റ് ചെയ്ത് നോക്കാം. കൊള്ളാം കേട്ടോ. അൽഫാമിന്റെ മസാല പോലെ തോന്നില്ലേ? അപ്പൊ ഇത്രയൊക്കെ ഉണ്ടായിരുന്നോളൂ. അതെ, ഇതൊക്കെ ആയിരുന്നു ഒരു വെള്ളിയാഴ്ച വിശേഷങ്ങൾ. ഇന്ന് ശനിയാഴ്ചയാന്ന്. ശനിയാഴ്ച ആയപ്പോ ഇന്നലെ വിശന്ന് പിന്നെ എയർ ഫ്രൈ ചെയ്യാൻ പറ്റിയില്ല. ഇന്നാണ് ചെയ്ത് കഴിച്ചത്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ ബിസി ഈറ്റിംഗ്. പറഞ്ഞതല്ല ഞാനും പറഞ്ഞായിട്ട് അങ്ങ് അംഗീകരിക്കും. അപ്പൊ ഗൈസ്, സ്റ്റേ ട്യൂൺഡ് ഫോർ ദി വ്ലോഗ്. Bye. ബൈ.